യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പ്രവചനം 11-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ദൈവാത്മാവിനായി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതിന് വേണ്ടി ആമേൻ ചൊല്ലി നമുക്കിത് ഏറ്റെടുക്കാം. ഒരു ദൈവ പൈതലിന് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തോടു കൂടെ നിരന്തരം വസിക്കുന്നവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ആ ആത്മാവ് നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയാൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും കഴിവുകൾ, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും കഴിവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും കഴിവ്, ഇതെല്ലാം നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. ആ ആത്മാവിനാൽ നമ്മൾ നിറയുന്നതിനായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഈ ദിവസം നമ്മളെ ഓരോരുത്തരെയും, ദൈവം നമുക്ക് നൽകിയ മക്കളെയും ദൈവാത്മാവിനാൽ നിറയ്ക്കുന്നതിനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ലോകത്തിൻ്റേതായ പല തിരക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും ആ തിരക്കുകളോടൊപ്പം തന്നെ ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, നീയാണ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ അനുവാദത്തോടും നിൻ്റെ സ്പർശനത്തോടും കൂടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ നേർവഴിക്ക് നടത്തും, ജ്ഞാനത്താൽ നിങ്ങളെ നിറയ്ക്കും, വിവേകം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ കഴിവുകൾ വേണോ, ആ കഴിവുകളെല്ലാം ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ നിറയ്ക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഇന്നുണ്ടാകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായി ദൈവത്തിന് നന്ദി പറയാം. കുടുംബസമാധാനത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം തൻ്റേതായി സ്വീകരിച്ചതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ഏക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനും പരിശുദ്ധനുമായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.